മത്സരിക്കാൻ മറ്റൊരാൾക്ക് അവസരം നൽകാമെന്ന ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. തലമുറ മാറ്റം എന്ന വി.ഡി. സതീശന്റെ സങ്കല്പത്തിനൊപ്പം നിൽക്കാൻ ഇക്കുറി മാറി നിൽക്കാമെന്നാണ് പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ നേതൃത്വത്തെ അറിയിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോട് ഇക്കാര്യം ചാണ്ടി ഉമ്മൻ അറിയിച്ചതോടെ അങ്കലാപ്പിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. വയനാട്ടിൽ നടന്ന ലീഡേഴ്സ് മീറ്റിംഗിലാണ് ചാണ്ടി ഉമ്മൻ ബോംബിട്ടത്. ഉമ്മൻചാണ്ടി അന്തരിച്ചതിനെ തുടർന്ന് 2023 ചാണ്ടി ഉമ്മൻ എം.എൽ.എ. ആയത്. ആകെ 3 കൊല്ലം മാത്രമാണ് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. ആയിട്ടുള്ളത്. എന്നിട്ടും മാറി നിൽക്കാമെന്ന പ്രഖ്യാപനം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. അടുത്തിടെ നേതൃത്വവുമായി അത്ര മികച്ച ബന്ധമായിരുന്നില്ല ചാണ്ടി ഉമ്മന്റേത്. ഇതാണോ ഈ അകൽച്ചയ്ക്ക് കാരണം എന്നുള്ളതും വ്യക്തമല്ല. നേരത്തെ KPCC പുനഃസംഘടന നടന്നതിന് പിന്നാലെ എ ഗ്രൂപ്പിനെ കടും വെട്ടുവെട്ടിയാണ് നിർത്തിയത്. ഇതിൽ അരിശം പൂണ്ട ചാണ്ടി ഉമ്മൻ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും നമ്മൾ കണ്ടു. നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിതാവിന്റെ ഓർമ്മ ദിനത്തിൽ തന്നെ മാറ്റിയതിനുള്ള നീരസം പ്രകടമാക്കിയ ചാണ്ടി ഉമ്മൻ പിന്നീട് പലതും തുറന്നു പറയുമെന്ന് വരെ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് KPCC പുനഃസംഘടന പുറത്തു വന്നത്. ഇതോടെ നിയന്ത്രണം നഷ്ടമായ ചാണ്ടി ഉമ്മൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. KC വേണുഗോപാലൻ KPCCയെ ഒന്നാകെ വിഴുങ്ങുന്നതോടെയാണ് എ ഗ്രൂപ്പിന് അടിയേറ്റത്. എന്തായാലും നിലവിൽ ചാണ്ടി ഉമ്മന് പുതിയ പദവി നൽകിയിരിക്കുകയാണ് AICC. പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്ന വേളയിലാണ് ചാണ്ടി ഉമ്മന് സംസ്ഥാനത്ത് പുറത്ത് പുതിയ പദവി നൽകിയത്. ഇനി കേരളത്തിൽ ആക്റ്റീവായി നിൽക്കേണ്ട എന്ന തീരുമാനം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയമാണ് എ ഗ്രൂപ്പിന്. 2 സംസ്ഥാനങ്ങളുടെയും ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർ പദവിയിലേക്കാണ് ചാണ്ടി ഉമ്മനെ നിയോഗിച്ചത്. അരുണാചൽ പ്രദേശ്, മേഘാലയ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് നൽകിയത്. നോർത്ത് ഈസ്റ്റിലേക്ക് പറിച്ചു നടന്നതോടെ ചാണ്ടിയുടെ കേരളത്തിലെ വിപ്ലവം അവസാനിപ്പിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതിഷേധം ഉയർത്തിയ മറ്റൊരു നേതാവായ ഷവാ മുഹമ്മദ് ഗോവയുടെ ചുമതലയും ജോർജ് കുര്യന് കേരളത്തിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. KPCC പുനഃസംഘടനയിൽ പ്രതിഷേധം അറിയിച്ചവരെ AICC പരിഗണിക്കുകയായിരുന്നു. KPCC പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പുതിയ പദവികൾ നൽകിയത്. 13 ഉപാധ്യക്ഷന്മാരെയും 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി KPCC ജംബോ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പ്രകടമാക്കിയത്. ചാണ്ടി ഉമ്മനെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കാമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പുറത്തുവിട്ട ജംബോ കമ്മിറ്റിയിൽ അവസാനവട്ടം അദ്ദേഹം തഴഞ്ഞുവെന്നായിരുന്നു പരാതി. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെ പ്രതികരിച്ചാണ് ചാണ്ടി ഉമ്മനെ തടയാൻ ഇടയാക്കിയതെന്നും ആരോപണമുണ്ടായിരുന്നു. KPCC പുനഃസംഘടനയിൽ അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ KPCC വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടി ഉമ്മൻ എക്സിറ്റ് അടിച്ചിരുന്നു. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും താൻ ഉണ്ടെന്നും സന്ദേശങ്ങൾ കുമിഞ്ഞുകൂടിയതിൽ നിന്നാണ് ഒഴിവായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാറി നിൽക്കാമെന്ന പ്രഖ്യാപനവുമായി ചാണ്ടി ഉമ്മൻ വീണ്ടും കോൺഗ്രസിന് സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കാണാൻ സാധിക്കും.